അമ്മച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മുന്നോസ് ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ എന്തെങ്കിലും ഒന്ന് ചായ കൂട്ടാൻ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് അടുക്കളയിൽ കയറിയതാട്ടോ. കുറച്ച് മൈസൂർ പായ ഉണ്ടായി, എന്നെക്കൊണ്ടാണ് കേട്ടോ തോന്നിയത്. ഇത്രയോ ഇങ്ങനെ വിചാരിക്കുന്നത് കായപ്പോൾ ഉണ്ണിയപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ. ഉണ്ണിയപ്പത്തിനാണെങ്കിൽ ചട്ടിയില്ല. പയം പോലെ ഇല്ലെങ്കിലാട്ടോ അങ്ങനെയൊക്കെ തോന്നിയുണ്ടെങ്കിൽ പയം കിട്ടി അങ്ങനെ ഉണ്ടാക്കാൻ ഇങ്ങനെ ഉണ്ടാക്കാൻ എന്നൊക്കെ പയം പോലെ ഉണ്ടാക്കിയാണെങ്കിൽ നാളെ ചെയ്യാൻ പറ്റും, എന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞ് മടിയും പിടിച്ച് നടക്കും. അങ്ങനെ പയോ ഏലക്കായും കൂടി നല്ലോണം മിക്സിയിലിട്ട് ഇങ്ങോട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. ശർക്കര എല്ലാத்தைയും കൂടി ഞാൻ കൂട്ടത്തിൽ പഞ്ചസാരയും ചേർത്തെടുത്തു. പയ അരച്ച കൂട്ടത്തിൽ പിന്നെ കുറച്ച് ചെറിയ ജീരകവും എടുത്തത്. ചെറിയ ജീരകം നല്ലോണം അരച്ചില്ല കേട്ടോ. പയം ഒന്ന് അരിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് 2 കയ്യിൽ പത്തിരിപ്പൊടി ഇട്ട് കൊടുത്തേക്കുന്നത്, 1 കയ്യിൽ മൈദപ്പൊടിയും പിന്നെ കുറച്ച് കരിഞ്ജീരകം ഇട്ട് കൊടുത്ത് കേട്ടോ. അത് പിന്നെ പുരയിൽ ഉണ്ടായതിനെ കൊണ്ട് ഇട്ട് കൊടുത്തതാണ്. ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഏലക്കായും ചെറിയ ജീരകവും തന്നെ മതി. പിന്നെ എള്ളോ കരിഞ്ജീരകം ഉണ്ടെങ്കിൽ കരിഞ്ജീരകം ഇട്ടിക്കുകയാണെങ്കിൽ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. പിന്നെ വേണമെങ്കിൽ ഇത്തിരി അപ്പക്കാരം ഇടും കേട്ടോ. ഞാനും കുറച്ച് ഇട്ട് കൊടുത്തേക്കുന്നത്. കുറച്ച് മൈറ്റ് അധികം ഒന്നും ഇടരുത്, പെരുത്ത് നല്ല അപ്പക്കാരം വന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പൊങ്ങി കിട്ടണമെങ്കിൽ ഉള്ളൊന്ന് വെന്തിട്ടാനൊക്കെ അപ്പക്കാരം നല്ലതാണാനും. ഇതാണെങ്കിൽ നമ്മൾ മാക്കൂട്ടി വെക്കുന്നൊന്നുമില്ലല്ലോ. പെട്ടെന്നൊരു തീരുമാനം എടുത്ത് പായെടുത്ത് മിക്സിയിലിട്ട് കറക്കി എല്ലാം കൂടെ അരച്ചെടുത്ത് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി ചുടുകയാണല്ലോ. അപ്പോൾ കുറച്ച് അപ്പക്കാരിട്ടൊക്കെയാണെങ്കിൽ നന്നായി കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ദണ്ണയൊക്കെ കുറേശ്ശെ അങ്ങനെ നുള്ളിയിട്ടിങ്ങനെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അതുപോലെ അതിൽ കുറച്ച് തേങ്ങയും പൂണ്ടിട്ട് കിട്ടോ. നല്ലോണം തേങ്ങ ഇട്ടിക്കുകയാണെങ്കിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് പറയാൻ എന്നോട് വിട്ടുപോയതാണ്. പിന്നെ ഈ മാവ് സ്പൂണോട് കോരിട്ടിക്കുകയാണെങ്കിൽ എണ്ണയിലേക്ക് വീഴാൻ പണിയാണ് കേട്ടോ. കൈ നമ്മളെടുക്കുന്ന നനച്ചു കൊടുത്തിക്കുകയാണെങ്കിൽ വാരിങ്ങനെ വെതറി കൊടുത്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വീണ് കിട്ടും. നമുക്ക് ഏത് ആകൃതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. ഞാൻ ചെറുതാക്കി ഉണ്ടാക്കുന്ന ഉള്ളൊന്ന് വേഗം വെന്തിട്ടാൻ വേണ്ടിയിട്ടാണ്. വൈകുന്നേരം ആയിക്കുന്നത് ഉണ്ടാക്കുമ്പോൾ ചായൻ്റെ സമയമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇത് പഴത്തിൻ്റെ ആ നീരിൽ തന്നെയാണ് കേട്ടോ അത് കുഴച്ചെടുത്തത്. അല്ലാണ്ട് തീരെ വെള്ളമൊന്നും ചേർത്തിയില്ല. അതിനെക്കൊണ്ട് അപ്പം പിറ്റേന്നേക്ക് വെച്ചിട്ടും കേട് നിട്ടുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചക്കൊണ്ടും പഴത്തോണ്ടും ഒക്കെ ഇങ്ങനെ കപ്പൊക്കെ ഉണ്ടാക്കില്ലേ, പല മോഡലും ഉണ്ടാക്കൽ കേട്ടോ. അതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് വായിക്കും. എന്നാലും ഞാനിവിടുന്ന് ഉണ്ടാക്കി ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നതാണ്. ഇനിയിപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരവും ആക്കിയോട്ടെ. പഴമൊക്കെ പൊരിയുണ്ടാകുമ്പോൾ നമ്മൾ കറുത്ത് ചീഞ്ഞെടുത്തിട്ടാളാണല്ലോ ചെയ്യുക. പിന്നെ മൈദപ്പൊടിയും പത്തിരിപ്പൊടിയൊക്കെ എപ്പോഴും പൊരിയുണ്ടാവും. ശർക്കര ഒക്കെ ആയിരിക്കും പിന്നെ അല്ലാണ്ട് വെക്കുക, പഞ്ചസാര ഇട്ടാൽ മതി. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് രാത്രി നമ്മുടെ പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഒന്ന് നെസ്റ്റോലത്തെ വീഡിയോ ലുലുലത്തെ വീഡിയോ ഒക്കെ അല്ലേ നമ്മൾ ചെയ്യൽ. നമ്മൾ അൽഫലജ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടേക്ക് ഒന്ന് പോയ പാടത്തെ വീഡിയോ ഒന്ന് എടുത്തതാണ്. അവിടെ കയറി നോക്കുന്നേരം മക്കളെ നാട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ. നമ്മുടെ നാട്ടിലത്തെ ബേക്കറിയിൽ കയറിക്കണം എന്തെല്ലാം ഉണ്ടാവും ആ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതപ്പോൾ ഒന്ന് വീഡിയോ എടുത്താട്ടോ. എല്ലാ തരം കടലകളും മിച്ചറുകളും ബിസ്ക്കറ്റുകളും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും, പൂള പൊരിച്ച് കായ് പൊരിച്ചത്, ചക്ക പൊരിച്ചത്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ മലയാളിയൊക്കെ കൊണ്ടുവച്ചതായി കിട്ടും. ഓൽക്കാണല്ലോ ഇതിനൊക്കെ ഇഷ്ടം ഉണ്ടാകുക. നാട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ തീരുമ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയാൽ മതിയല്ലോ. എല്ലാ പ്രവാസികൾക്കും ഇത് വാങ്ങിയിട്ട് കഴിക്കാനുള്ള സമയവും ഉണ്ടാവില്ല കേട്ടോ. ഇത് വൈകുന്നേരം കട്ടൻ ചായക്കൊക്കെ ആണല്ലോ അധികം കൂട്ടുക. വൈകുന്നേരത്തെ സമയത്തിനൊക്കെ ചിലപ്പം ഡ്യൂട്ടിയിലായിരിക്കും. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിക്കുകയാണെങ്കിൽ എങ്ങനെയോ ഒന്ന് കുളിച്ച് നിസ്കരിക്കുക ബാക്കിയുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിലൊക്കെ വിളിച്ച് കിടന്നുറങ്ങാനുള്ള വെപ്രാളായിരിക്കും. അതിൻ്റെ ഇടയിൽ ഫുഡ് ഉണ്ടാക്കേണ്ടി പോലാണെങ്കിൽ അത് ഉണ്ടാക്കണം. പാവം പ്രവാസികളെ മക്കളായിട്ട് കുറേ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. പാവത്തങ്ങളാണ് ഈ പാവം പ്രവാസികൾക്ക് വേണ്ടി എല്ലാവരും എപ്പോഴും ദുആ ചെയ്യും കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീഡിയോയിൽ പറയുന്നതാണല്ലോ പ്രവാസികളെ പറ്റി. അതിലുള്ള അവസ്ഥ നമുക്ക് കണ്ടാലേ മനസ്സിലാക്കാൻ പറ്റും. നാട്ടിൽ നിന്നാലൊന്നും നമുക്ക് മനസ്സിലാവില്ല. അതുപോലെ പണിയൊക്കെ കഴിഞ്ഞൊന്ന് വന്ന് കുളിക്കണമെങ്കിൽ മക്കളെ തളിച്ച വെള്ളം ഉണ്ടാകുക, പൈപ്പ് തുറന്നിക്കുകയാണ്. അത്രയ്ക്ക് ചൂടാണ് വെള്ളത്തിന്. പിന്നെ ആണെങ്കിൽ കുറേ ആൾക്കാരൊക്കെ റൂമിലുണ്ടെങ്കിൽ എന്തോരാഴ്ച വെള്ളം എടുത്തേക്കുക. ബക്കറ്റൊക്കെ എല്ലാവർക്കും ഉണ്ടെങ്കിലല്ലേ എടുത്തേക്കാൻ പറ്റും. ഒരു ബക്കറ്റൊക്കെ ആണ് ആരൊക്കെ വെള്ളം എടുത്തേക്കുക കുളിക്കാൻ. അത് പിന്നെ റൂമിലൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഏകദേശം തണുപ്പുണ്ടാവുമെന്ന് വിചാരിക്കുക. തണുത്ത വെള്ളം മേപ്പാറണമെങ്കിലൊക്കെ നാട്ടിൽ വരണം. അതല്ല ഇവിടുത്തെ തണുത്ത കാലാവസ്ഥ വരണം. ഈ പണിയും കഴിഞ്ഞ് ക്ഷീണിച്ച് കുഴങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ചുടുവെള്ളത്തിൽ കുളിക്കുകയോ ചെയ്തിരിക്കുകയാണെങ്കിൽ എന്ത് ഉന്മേഷം ഉണ്ടാകുക. എല്ലാവർക്കും അല്ലാഹു തആല ആരോഗ്യത്തുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യട്ടെ. അതിന് ദുആ ചെയ്യുക. ഇതാണ് കേട്ടോ അൽഫലജ ഹൈപ്പർ മാർക്കറ്റ്. അങ്ങനെ രാത്രിയത്തെ വീഡിയോ അതൊക്കെ ആണ്. ഇനി പിറ്റേന്ന് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. രാവിലെ നമ്മൾ കുട്ടിദോശയാണ് ഉണ്ടാക്കുന്നത്. 4 ഒരുമിച്ച് പാരാൻ വേണ്ടിയിട്ട് ചെറുതാക്കി ചുടുകയാണ്. അത് നല്ല കട്ടിയിലാണ് കേട്ടോ. എന്താ തട്ടിക്കുട്ടി ദോശ എന്നറിയല്ലേ, ആ ദോശയാണ്. അത് മറിച്ചിട്ട് വേവിച്ചെടുക്കും കേട്ടോ. മറ്റേ സാധാരണ ദോശ നമ്മൾ നൈസായിട്ടാണല്ലോ പരത്തിയെടുക്കുന്നത്. നല്ല കട്ടിയിലാണ്, മാവിനും കട്ടിയുണ്ട്. ഇപ്പോൾ നൈസാക്കി എടുക്കണമെങ്കിൽ ദോശയുടെ മാവ് നേർപ്പിച്ചെടുത്താൽ മതി. ഇത് മൂടി ചുട്ടാൽ നല്ലതാണ്. ടൈമിൽ മൂടി വെക്കാൻ പറ്റിയ പാത്രം ഇല്ലാത്തത് കൊണ്ടാണ് മൂടി വെക്കാണ്ടുന്നത്. നല്ലോണം ഓൾസൊക്കെ വന്നിക്കുന്നത്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടാണെങ്കിൽ മറ്റേ ഭാഗം വെന്തിക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു എന്താ പറയുക ഒരു ഗോൾഡൻ കളറായി കിട്ടും കേട്ടോ. അവിടെയും ഇവിടെയൊക്കെ അത് കാണാനൊരു ഭംഗിയാണ്. ഇതിന് കൂട്ടാൻ നമ്മൾ തക്കാളി ചട്ടിനി ഉണ്ടാക്കിയിരിക്കുന്നത്, തേങ്ങാ ചട്ടിനി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ചട്ടിനീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ നമുക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, തക്കാളി ചട്ടിനി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് ചെയ്യുമോ. അത് മറന്നു പോയിട്ടാണ് കേട്ടോ. ഇൻഷാ അല്ലാ ഞാൻ ചെയ്യുന്നുണ്ട് തക്കാളി ചട്ടിനി ഉണ്ടാക്കുന്ന വീഡിയോ. അത് എടുക്കും തലക്കൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. ചിലപ്പം തിരക്കിലായി പോകും, ചിലപ്പം മറന്നു. അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താം.
ഇരുമ്പിൻ്റെ ചട്ടിയിൽ നമ്മൾ എണ്ണ പൊറ്റിങ്ങാൻ ദോശ ആയാലും വെള്ളപ്പാലും വേറെ എന്തെങ്കിലും സാധനമായാലും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് അല്ലേ. നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാകുക ഇരുമ്പിൻ ചട്ടിയിലാണ് കേട്ടോ. വെള്ളപ്പം ചുടാൻ പറ്റിയ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടാവില്ലേ, അതിൽ വെള്ളപ്പം ചുട്ട് വെക്കേണ്ട എണ്ണ പറ്റിങ്ങി നല്ല ടേസ്റ്റാണ്. പക്ഷേ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചുട്ടിക്കാണെങ്കിൽ അപ്പൊക്കെ നല്ലോണം നന്നായി കിട്ടും, കാണാനൊരു വൃത്തി ഉണ്ടാവും. പക്ഷേ ഇരുമ്പിൻ്റെ ചുട്ടിക്കാൻ അത്ര വൃത്തിയാക്കിയുള്ളൊന്നുമില്ല, കാണാനും അത്ര മൊഞ്ചുണ്ടാക്കിയുള്ളൊന്നുമില്ല. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കേണ്ടി. അതുകൊണ്ട് ദോശ നിങ്ങൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ എണ്ണ പറഞ്ഞിങ്ങനെ ചുട്ട് വെക്കേണ്ടി, അതും അടിപൊളിയായിക്കോട്ടോ. നമ്മളെല്ലാവരും ഇപ്പോൾ എളുപ്പത്തിലുള്ള പണിയാണല്ലോ നോക്കിയല്ലേ. ഈ ഇരുമ്പിൻ്റെ ചട്ടി എന്നൊക്കെ പറഞ്ഞാൽ നല്ലോണം തേച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ ചുടാൻ വേണ്ടിയിട്ട് നന്നാക്കി എടുക്കണം. ചുട്ടിക്കാണെങ്കിലും എണ്ണ വരട്ടിയിട്ടേക്കണം. നോൺ സ്റ്റിക്കിൻ്റെ പിന്നെ ഏറ്റവും പരിപാടികളൊന്നുമില്ലല്ലോ. ഇങ്ങനെ ഗ്യാസുമ്മലേക്ക് വെച്ചേക്കാണെങ്കിൽ പാർന്ന് ഇങ്ങനെ വേഗമായി കിട്ടുകയും ചെയ്യും. കരിഞ്ഞു ഒന്നും പേടിക്കാനില്ല, നന്നാവില്ല എന്ന് പേടിക്കാനില്ല. ഇരുമ്പിൻ്റെ ചട്ടി നമ്മളെപ്പോഴും ഇങ്ങനെ എണ്ണ വരട്ടി വെക്കണമല്ലോ. എണ്ണ വരട്ടാണ്ട് വെച്ചിരിക്കണ ചട്ടി നമുക്കൊന്നും പൊളിഞ്ഞിട്ടൂല. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ദോശയൊക്കെ ഇതാക്കുന്ന കേട്ടോ, നല്ല സ്പോഞ്ചി ആയ ദോശയാണ് ഇത്. നമ്മൾ ഉണ്ടാക്കുന്നൊരു അപ്പം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മോഡലാണെങ്കിലും സാധാരണ ദോശൻ്റെ മാവ് തന്നെയാണ് കേട്ടോ. എനിക്ക് കളർ ആവശ്യമില്ലാത്തവർക്ക് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മറിച്ചിടാണ്ടും വേവിച്ചെടുത്താൽ മതി. ഞാൻ പിന്നെ അങ്ങനെ മറിച്ചിട്ട് വേവിച്ചെടുത്തതാണ്, രണ്ട് ഭാഗം ഒരേ കളറാക്കി എടുത്തതാണ്. ഇതിന് സാമ്പാർ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടോ. സാമ്പാറും ചട്ടിനിയും ഒക്കെ ഇതിന് പറ്റുമല്ലോ. അങ്ങനെ ദോശയും ചട്ടിനിയും ഒക്കെ കൂട്ടി ചായ കുടിച്ചിട്ടോ അടുത്ത പരിപാടി മീൻ മുറിക്കാനാണ്. ഇത് റൂമിൽ കൊണ്ടുവച്ച് മുറിക്കുക കേട്ടോ. ഹാളിൽ നിന്നാണ് മുറിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങി ഇരുന്നൂടാലോ, നല്ല വെയിലല്ലേ. എന്നിട്ട് ഞാൻ ഈ ചട്ടൻ്റെ ബോക്സൊക്കെ എടുത്ത് വെച്ച് അതിലൊക്കെ വട്ടച്ചമ്പും മീനും വെച്ച് ഇങ്ങനെ തെറുക്കിനൊക്കെ ഷീറ്റൊക്കെ വിരിച്ച് ഇങ്ങനെ കരുതി മുറിക്കുക. അടുത്തത് ഉപ്പേരി പരിപാടിയാണ് കേട്ടോ. ഉപ്പേരിയൊക്കെ ഉള്ള ബീട്രൂട്ടാണ്. അതൊക്കെ തോലൊക്കെ ചെത്തി ക്ലീനാക്കി ഇങ്ങനെ കേക്കൊക്കെ കൊണ്ടുവച്ചതാണ്. അതിനുശേഷം നമ്മൾ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് വേണം ചോപ്പറിലൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലാണ്ട് ബ്ലേഡുമ്പോൾ കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ കറങ്ങാണ്ടങ്ങായിപ്പോൾ പിന്നെ രണ്ടാം പണി എടുക്കണം. ഈ ഫുള്ളാക്കി ഇട്ടിക്കുകയാണെങ്കിൽ വലിയ പീസാക്കി ഇട്ടിക്കുകയാണെങ്കിൽ പിന്നെ രണ്ടാമത് തട്ടിയിട്ട് പിന്നെ മാറ്റി ഇട്ട് കൊടുക്കേണ്ടി വരും. ഫസ്റ്റിൽ ഞാൻ കരുതിയാൽ പിന്നെ രണ്ടാം പണി എടുക്കേണ്ടില്ല. എടുക്കും തൽക്കൊക്കെ അങ്ങനെ പറ്റലുണ്ടോ. ഞാൻ വേഗം തീരട്ടെ ഞാൻ വലിയ പീസാക്കിയിടുകയും ചെയ്യും, ഫുള്ളാക്കിയിടുകയും ചെയ്യും. ഞാൻ ക്യാരറ്റ് ആണെങ്കിലും ബീട്രൂട്ട് ആണെങ്കിലും എമ്മലാടെ ബ്ലേഡുമ്മലാടെ കുത്തിയാടെ എന്നിട്ട് കറങ്ങാണ്ടങ്ങായിപ്പോല. പിന്നെ വാരിങ്ങോട്ട് എടുത്തിട്ട് രണ്ടാമത് ഇടലാണ്. ഈ ചോപ്പർ നല്ലൊരു ഉപകാരമുള്ള സാധനമാണ് കേട്ടോ. ഇങ്ങനത്തെ ഉപ്പേരികളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. ബീട്രൂട്ട്, ക്യാരറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെറുതാക്കി കട്ട് ചെയ്യാൻ വേണ്ടി, അതുകൊണ്ട് കൊത്തഞ്ചാക്ക അങ്ങനത്തെ ഒക്കെ ഇതിൽ കട്ട് ചെയ്തിട്ടാണെങ്കിൽ നല്ല എളുപ്പത്തിലായി കിട്ടും കേട്ടോ. പിന്നെ കേബേജും വല്ലുള്ളിയും കട്ട് ചെയ്യാനൊന്നും പറ്റൂല. കേബേജൊക്കെ നല്ല പൊടിയായിട്ടായി പോവും. അതുകൊണ്ട് ബീൻസ്, പയർ അങ്ങനത്തെ ഒന്നിൽ കട്ട് ചെയ്യാൻ പറ്റൂല. ഉള്ളി നമ്മൾ കറിക്കോ ബിരിയാണിക്കോ അങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ പറ്റൂല. അതൊരു വെള്ളം പോലെ ആയിട്ട് പൊടിയോലെ അങ്ങായി പോകും. അതുകൊണ്ട് കേബേജും അതുകൊണ്ട് വെള്ളമായി പോകും കേട്ടോ. പൊടിഞ്ഞിങ്ങനെ പിന്നെ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉള്ളി കട്ട് ചെയ്യില്ല ചെറുങ്ങന. അതിനും അതുകൊണ്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെറുങ്ങനായി കിട്ടാനും പച്ചമുളകും അങ്ങനത്തേനൊക്കെ ഇതിലിട്ടിട്ടാണെങ്കിൽ പെട്ടെന്നായി കിട്ടും. അതുകൊണ്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്യാൻ അതും എളുപ്പമാണ് കേട്ടോ. ഇത് എത്ര പെട്ടെന്ന് ഞാൻ ഇപ്പേരിക്കുള്ള ബീട്രൂട്ട് കട്ട് ചെയ്തെടുത്തെന്നറിയോ. ഇത് കയ്യും കത്തിയായിട്ട് കുത്തിരിക്കുകയാണെങ്കിൽ കുറേ സമയം കുത്തിരിക്കുകയോ. ഇത് പെട്ടെന്നായി കിട്ടിയിരിക്കുന്നല്ലോ. അതുമല്ല കുനുകുനാന്നായി കിട്ടുകയും ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് വേണ്ടി പച്ചമുളകും നമുക്ക് ഇതിലിട്ടിങ്ങാൻ ചോപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ബീട്രൂട്ടൊക്കെ കട്ട് ചെയ്തെടുത്താലേക്ക് ഓർമ്മ, അത് മറന്നു പോയതാണ്. സാധാരണ അങ്ങനെയും ചെയ്യൽ. ഇനിയിപ്പോൾ അല്ലാണ്ട് കട്ട് ചെയ്തിടാം. പിന്നെ ഈ ചെമ്മീൻ രാത്രിയേക്കുള്ള കറിക്കുള്ളതാട്ടോ. ഈ ചെമ്മീനൊക്കെ കട്ട് ചെയ്തെടുക്കണം. നൈസാക്കി എടുക്കുകയാണ്. ഇതിൽ ഉള്ളൊന്ന് വാങ്ങിക്കൊണ്ടുവന്നാണ്. ഈ ചെമ്മീൻ മുറിക്കാനൊക്കെ കുറേ സമയം വേണം കേട്ടോ. കുറേ സമയം ഇരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് മുറിഞ്ഞ് കിട്ടും. സ്പീഡ് കുറവാണ്. ചെമ്മീൻ മുറിക്കുന്നിടത്തും ഇറച്ചി മീനും കഴുകുന്നിടത്തും മുറിക്കുന്നിടത്തും ഒക്കെ സ്പീഡ് കുറവാണ്. അകത്തിലേ ചെയ്യാൻ കഴിയും. ഇവിടെയൊക്കെ ചെമ്മീനൊക്കെ നല്ല പേക്കിങ്ങിലാണല്ലോ വരിക. അടിപൊളി പേക്കായിരിക്കും. കണ്ടാൽ തന്നെ ഒരു ഭംഗിയാണ്. ഒരു കൈ കൊണ്ട് ഫോണും പിടിച്ച് വീഡിയോ എടുക്കുകയാണ്, മറ്റേ കൈ കൊണ്ട് ഈ പ്ലാസ്റ്റിക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കീസിൽ വാരി കെട്ടി തരികയല്ലേ ചെയ്യുക. കവറൊക്കെ ഒന്ന് പൊളിച്ചിട്ട് വെള്ളത്തിലിട്ടേക്കല്ല വട്ടച്ചമ്പിലേക്ക് ഏറ്റവും മാറ്റിയിടണം. എന്നിട്ടാണ് ഐസ് പോക്കിയെടുക്കാൻ. ചൂടാനെ കൊണ്ട് ഐസ് വേഗം ഉരുക്കി കിട്ടില്ല. ലൈറ്റാ ചൂടാണല്ലോ. ആണ് മക്കളെ നമ്മളെ വിശേഷങ്ങൾ ഇട്ട്. നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ ഞങ്ങൾ മറന്നു പോകുന്നത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാരണങ്ങൾ പറഞ്ഞോളാണ്ടി. അതിനും നമ്മൾ കുഴപ്പമില്ല. പോസിറ്റീവായാലും നെഗറ്റീവായാലും നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. അതുപോലെ മക്കളെ പിന്നെ ഒരു കാര്യം, ഞങ്ങൾ 2 താറാവുണ്ട്. അതിന് നോമ്പിന് വാങ്ങിയ റിഫുമോന് തന്നെ അവക്കും താറാവിനെ വേണം എന്നിട്ട് വാങ്ങിക്കൊടുത്തതായിരുന്നു. വലിയതാകുകയും ചെയ്തു. ഇതിൻ്റെ കൂടെ ഒന്നുകൂടി ഉണ്ടായിരുന്നു.
ഇന്നലെ രാത്രി 1:30 വരെയൊക്കെ പുറത്തുണ്ടെന്ന് മോൻ പറഞ്ഞു, കണ്ടെക്കുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം പുറത്തിറങ്ങി നോക്കുമ്പോൾ താറാവിന് കാണുന്നില്ല. രണ്ടും ഒരുമിച്ച് നടക്കുന്നതാണല്ലോ, ഒന്നിനെ മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോഴാണ് ചുമൻ്റെ അരിയത്തേക്ക് ചത്ത് കിടക്കുന്നത്, മറ്റേ അതിൻ്റെ അരിയത്ത് നിൽക്കുകയും ചെയ്യുന്നത്. നമ്മൾ മക്കൾ പോറ്റുമ്പോൾ തന്നെയല്ലേ താറാവിനെയും കോഴിനെയും ഒക്കെ പോറ്റുക. വല്ലാത്തൊരു വിഷമമായിപ്പോയി, സങ്കടമായിപ്പോയി. അവർക്ക് നല്ലോണം തിന്നാനും കുടിക്കാനും ഒക്കെ കൊടുക്കലുണ്ടോ, കുളിക്കാനുള്ള വെള്ളമൊക്കെ സെറ്റാക്കിച്ചാണ്. പിന്നെ തെർമോക്കോളിൽ വെള്ളം വെച്ച് കൊടുത്തിരുന്നു. ആ തെർമോക്കോളിൽ കൊത്തി തിന്നുന്നുണ്ട്. അങ്ങനെ എങ്ങാൻ ചത്തതൊന്നും ഓർമ്മയില്ല കേട്ടോ. ഏതായാലും മോനും മക്കളും അവിടെ സങ്കടപ്പെട്ട് കൊത്തിരിക്കും താറാവിൻ്റെ അടുത്ത്. കാണാൻ അറിയുകയില്ല ഇത് ചത്തതൊന്നും. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തിയിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.